ഗൈസ് ഇന്ന് നമ്മൾ സർവൈവ് ചെയ്യാൻ പോണ 100 ഡേയ്സ് ഇൻ മൈൻക്രാഫ്റ്റ് ഐലൻഡ് പാർട്ട് 1. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ. ഇന്ന് നമ്മൾ സർവൈവ് ചെയ്യാൻ പോണ 100 ഡേയ്സിൽ എനിക്ക് 2 ടാസ്കുകളായിരിക്കും. ആദ്യത്തെ ടാസ്കിൽ എൻ്റെ ഡ്രാഗൺ, രണ്ടാമത്തെ ടാസ്ക് ഗെറ്റ് എ മെയ്സ്. ഈ 2 ടാസ്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ വേൾഡ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡേ 1 സ്റ്റാർട്ട് ആയിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്പോൺ ആയിട്ടുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ഐലൻഡിലോട്ട്. ഇനി നമുക്ക് 100 ഡേയ്സ് സർവൈവ് ചെയ്യാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും താഴോട്ട് ഇറങ്ങണം ഗൈസ്. താഴോട്ട് ഇറങ്ങാം. ഇത്തിരി ഹേർട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഫുഡിൻ്റെ സോഴ്സ് ഭയങ്കര കുറവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡ് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സീഡ്സിന് വേണ്ടി ഇതൊക്കെ പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇത്തിരി വുഡൻ ടൂൾസിലോട്ട് കൺവേർട്ട് ആകാൻ വേണ്ടി നമുക്ക് ഈ ട്രീ അങ്ങ് മൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ 5 ഓക്ക് ലോഗ് ഇട്ടിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. അത് വെച്ച് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ സ്റ്റിക്സ്, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്തിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴോട്ട് പോകാം. നമുക്ക് കോബൽ സ്റ്റോൺ കളക്ട് ചെയ്യാം ഗൈസ്. ആവശ്യത്തിന് അത്രയും കോബൽ സ്റ്റോൺ നമ്മൾ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് കോബൽ സ്റ്റോൺ കൊണ്ട് നമുക്ക് ടൂൾസിലോട്ട് കൺവേർട്ട് ആവും. പിന്നെ ഇത്തിരി ഫാമിംഗ് ഒക്കെ നടത്താം. നമ്മുടെ ഫുഡിൻ്റെ കാര്യം വളരെ മോശം. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് ഒരു 2 ചെസ്റ്റ് ഉണ്ടാക്കും ഗൈസ്. കാരണം നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണം ഗൈസ്. അപ്പോൾ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചുമ്മാ ഉണ്ടാക്കി വെക്കാൻ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ബോട്ട് ഉണ്ടാകും ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ചുമ്മാ കറങ്ങാൻ പോകാം ഗൈസ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. കാരണം നമുക്ക് ഷിപ്രക്ക് വേണം ഗൈസ്. ഷിപ്രക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറേ ലൂട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് അത് തപ്പി ഇറങ്ങാം. നമുക്കിവിടെ ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്കൊരു മോണുമെൻറ്റും എൻ്റെ പേരെന്തായിരുന്നു, റൂയിൻ പോർട്ടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 5 റൂയിൻ പോർട്ടലിൻ്റെ അടുത്ത് എത്താം. കാരണം ശരിക്കും ഇപ്പോൾ ഇതിൽ ഞാൻ മോണുമെൻ്റ് അടുത്ത് പോകുന്നില്ല, എനിക്ക് പേടിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെ താഴോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ ചെസ്റ്റിലോട്ട് കിട്ടി. ചെസ്റ്റ് ഒന്നുമില്ല ഇവിടെ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തോ എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്തോ മൈനിങ് ചെയ്യാൻ പറ്റാത്ത എഫക്റ്റ്. അതാ പറഞ്ഞത് ഈ മോണുമെൻ്റ് അടുത്ത് നിൽക്കാൻ പാടില്ല ശരിക്കും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലോട്ട് കയറി നമുക്ക് പെട്ടെന്ന് ഇവിടെ സ്കൂട്ടാം ഗൈസ്. അതുക്ക് മുന്നേ എൻ്റെ ഈ ഫുഡിൻ്റെ പവർ ഭയങ്കര കുറഞ്ഞിരിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മീനുകളെ കൊന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാം ഗൈസ്. ഇതെല്ലാം കരിമീനാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഏതായാലും ഇപ്പോൾ വീട്ടിൽ കയറുന്നില്ല. കാണിച്ചാൽ നമ്മുടെ ഐലൻഡിൽ കയറാൻ പറ്റില്ല. വാവ്, നമുക്ക് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തോ എൻ്റെ പേരറിയത്തില്ല, പക്ഷേ എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാണിച്ചാൽ നമുക്ക് ഇവരെല്ലാവരും കൊല്ലാം ഗൈസ്. കാണിച്ചാൽ ഇപ്പോൾ ഞാൻ കയറുന്നില്ല. കാണിച്ചാൽ ഇപ്പോൾ രാത്രിയാണ്. ഇപ്പോൾ അവിടെ കയറി പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല. നമുക്ക് എങ്ങനെ താഴോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇത് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ കോപ്പൺ എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഗൈസ്. ട്രൈഡൻ്റെ സൗണ്ട് കേട്ടിട്ട് ട്രൈഡൻ. ഷിറ്റ്, ഇവിടെ നിന്ന് ഓടണം ഗൈസ്. ഷിറ്റ് ഹാഫ് ആട്ട്. അയ്യോ ഷിറ്റ് എങ്ങനെ ഇവിടെ ഓടണം ഗൈസ്. ഇവിടെ നിന്ന് ഓടണം ഗൈസ്. ചത്ത് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയേക്കാം. നമുക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് താഴോട്ട് ഇറങ്ങാം ഗൈസ്. താഴോട്ട് ഇവിടെ എന്തോ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കാം. എന്താ പൊട്ടാതെന്താ? അണ്ടർ വാട്ടർ ഇത്തിരി സ്ലോ ആണ് ഗൈസ്. ഇതെവിടെ പോയി? കിട്ടി. ഓക്കെ ഗൈസ്, നമുക്കിനി മെയിനിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം ചത്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാണ് എങ്ങനെയെങ്കിലും. ഞാൻ മടുത്ത് ഗൈസ്. നമുക്കിനി നമ്മുടെ ഐലൻഡിലോട്ട് തന്നെ പോകാം. ഇനി നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാക്കണ്ട. നമുക്കിനി ഐലൻഡിലോട്ട് പോകാം. നമ്മുടെ ഐലൻഡിലോട്ട് അതായിരിക്കും. നമുക്കിനി നമ്മുടെ ഐലൻഡിലോട്ട് പോകാം. പക്ഷേ ഇപ്പോഴും രാവിലെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ എക്സ്പ്ലോർ ചെയ്യണം. വേണ്ട ചെയ്തേക്കാനായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമൊന്നുമില്ല. നമുക്കിനി ആ ഡയറക്ഷനിലോട്ട് പോകാം ഗൈസ്. എനിക്ക് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കയറുന്ന ആലോചിക്കുക, കയറിയിട്ട് ചത്ത് കിടക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് കയറി നോക്കാം. എന്തോ കോലും പിന്നെ വീറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി മേളിലോട്ട് പോവാം. ഷിറ്റ്, വീണ്ടും ഈ ട്രൈഡൻ്റ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഫക്ക്, ഞാൻ വീണ്ടും ചാമ്പോ ഗൈസ്. ഇടിച്ചിടിച്ച് ചത്ത്. മൈ ഗോഡ്, ഞാൻ മടുത്ത് ഗൈസ്. അയ്യോ, ഇങ്ങനെ തന്നെ പോകണമല്ലോ ഗൈസ്. ഷിറ്റ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ബോട്ടിലോട്ട് കയറാം ഗൈസ്. ബോട്ടിലോട്ട് കയറി ഗൈസ് നമ്മളിനി ജസ്റ്റ് ഒന്ന് കറങ്ങാം ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ലൂട്ട് കണ്ടുപിടിക്കാം ഗൈസ്. നമ്മുടെ ലൂട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചുമ്മാ കറങ്ങി നടക്കാം ഗൈസ്. എത്രാമത്തെ തവണ? 3-ാം തവണ ആയില്ല ഞാൻ മരിച്ചിട്ട്. നമുക്കിനി നമ്മുടെ ഒരു ചുമ്മാ കറങ്ങി നടക്കാം ഗൈസ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. വെയിറ്റ്, അവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. ഫൈനലി നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന സാധനം കിട്ടി. ഷിപ്രക്ക്. ഇത് തപ്പാൻ വേണ്ടി നമ്മൾ എത്ര മരണങ്ങൾ നേടിയാണ് വന്നത് ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി ഗൈസ്. നമുക്ക് ഇനി ഇന്നത്തെ കയറാം ഗൈസ്. ഒരു ചെസ്റ്റ് കാണുന്നില്ല. കിട്ടി ഗൈസ്. ചെസ്റ്റ് കിട്ടിക്കണം. ക്യാരറ്റ്, പൊട്ടറ്റോ, പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും നമുക്ക് കറങ്ങാൻ പോകാം ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഐലൻഡിലോട്ട് എത്താം. ഐലൻഡിലെത്തി നമ്മുടെ ഐലൻഡിൽ കയറി നമുക്ക് എന്നാ ചെയ്യണം? നമുക്ക് ഈ നമ്മുടെ ഫാം ഇതുവരെ ഗ്രോ ആയിട്ടില്ല ഗൈസ്. അത് വളരെ മോശമായിപ്പോയി. നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്
നമുക്ക് ഇത്തിരി ഫാമിങ്ങൊക്കെ നടത്താം ഗൈസ്. ഫാർമിങ്ങൊക്കെ നടത്താം ഗൈസ്. എനിക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ചുമ്മാ മീൻ പിടിച്ച് നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഒന്നും കിട്ടുന്നില്ല ഗൈസ്. രാത്രി ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത്തിരി മൈൻ നടത്താം. ഇത്തിരി അയനൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു അയൻ ആർമറൊക്കെ ഉണ്ടാക്കാം, ഇത്തിരി ഡെവലപ്പ് ആവും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം ഗൈസ്. താഴോട്ട് ഇനി മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ് എനിക്ക് അവസാനം ഒരു അയൺ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എനിക്കൊരു വലിയ കേവും കിട്ടിയിട്ടുണ്ട്. ഇറങ്ങണോ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. വെച്ചാൽ എൻ്റെ നല്ല സംഭവമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഈ സോംബി ഉണ്ട്, ഇവനെ എങ്ങനെ കൊല്ലണം ഗൈസ്. അപ്പോൾ ഇവനെ അങ്ങനെ കൊന്നു ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു അയനുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഇതെടുക്കണം ഗൈസ്. നമുക്ക് ഈ അയണിലോട്ട് പോവാം. ഇവിടെ പ്ലാങ്ക് വെച്ചിട്ട് ഓക്കെ. ഈ അയണെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ടോട്ടൽ 4 അയൺ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ക്രീപ്പറിനെ കൊന്നിട്ട് ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ഈ റെഡ് സ്റ്റോൺ ഉണ്ട്, വേണ്ട ഇപ്പോൾ വേണ്ട. നമുക്ക് ഇനിയും താഴോട്ട് പോകാം. ഇനി നമുക്ക് അയൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇനിയും താഴോട്ട് പോകാം. ഇപ്പോൾ ഗൈസ് ഇവിടെ കുറേ ക്രീപ്പേഴ്സ് ഉണ്ട്. ഇതേ അടുത്ത് സോംബി ഇന്നത്തുണ്ട്. അവിടെ ഇന്നത്തെ കയറണ്ട. അപ്പോൾ ഇവിടെ ഈ ക്രീപ്പർ എങ്ങനെ കൊല്ലണം ഗൈസ്. ഈ ക്രീപ്പറാണ് എല്ലാത്തിനും പ്രശ്നം. ഇതേ അടുത്ത ക്രീപ്പർ. പൊട്ടല്ലേ ഉമ്മാരെ. എൻ്റെ സോഡും പൊട്ടി, ഈ അവനും പൊട്ടി. ഓ മൈ ഗോഡ് ഡയമണ്ട്. കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ഡയമണ്ട് കിട്ടി ഗൈസ്. ഷിറ്റ്. ഓക്കെ, നമുക്ക് ഈ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ പെട്ടെന്ന് അയൺ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഡയമണ്ട് മൈൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ക്രീപ്പറോ സ്കെൽട്ടൻ വന്നാൽ ചത്ത് കിടക്കും പെട്ടെന്ന്. അങ്ങനെ ഗൈസ് നമുക്ക് 3 അയൺ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി ഇനി നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് നമ്മൾ മൈൻ ചെയ്യുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ അവിടെ നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്തു. ഇനിയും ഇല്ലേ, ഞാൻ വെച്ച് തരാം. ഇനിയും ഉണ്ടാവും. വെറും 2 എണ്ണം ഉള്ളു. പക്ഷേ കുഴപ്പമില്ല. ഇതാണ്. പിന്നെ ലാപ്പിസ് ലസൂലി ഉണ്ട്, അതെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടായൊക്കെ അങ്ങനെ. ഇനി സ്കെൽട്ടണോ ക്രീപ്പർ ഒന്ന് ചത്തു കിടക്കും. എൻ്റെ ഫുഡും തീർന്നു ഗൈസ്. അവസാനത്തെ ബ്രെഡും ഞാൻ കഴിച്ച് തീർത്തു. അവിടെ കുറേ ക്രീപ്പേഴ്സ് ഉണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അതിൽ മേളിലോട്ട് പോകാം ഗൈസ്. മേളിൽ ഞാൻ ഡയമണ്ട് കണ്ടായിരുന്നു. ഡയമണ്ടാണോ നോക്കട്ടെ. ഡയമണ്ട് അല്ല, അയൺ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അയൺ തപ്പി ഇടണം. അതായിരുന്നു. ഇനി അതിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ അയണെല്ലാം മൈൻ ചെയ്യാം ഗൈസ്. ഈ അയൺ കുറേ കിട്ടണം. നമുക്കൊരു ഫുൾ ആർമർ സെറ്റ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് 12 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. അവിടെ അടുത്ത അയണുണ്ട്. ഡയമണ്ട്. അടുത്ത ഡയമണ്ട്. 2 ഡയമണ്ട് പ്ലസ് 3 ഡയമണ്ട്സായി. നമുക്ക് പെട്ടെന്ന് ഈ അയൺ മൈൻ ചെയ്യാം. ഇവിടെ ഒരു മാനുണ്ട്. ആദ്യം ഈ സ്പയറിനെ കൊല്ലില്ല. ഇന്ന് കൊല്ലാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമുക്കിവിടെ അയൺ കിട്ടിയിട്ടുണ്ട്. ഈ അയൺ മൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ അടുത്ത ഓക്കെ. വേറെ ഒരെണ്ണേ വേണ്ട. ബെസ്റ്റ്. മൈ ഗോഡ്. ഇവിടെയും അവിടെയും ഡയമണ്ട്സിൻ്റെ ഇവിടെ മരയാണല്ലോ. ഇത് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഡയമണ്ട് പെട്ടെന്ന് മൈൻ ചെയ്യാം. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നും ഇല്ല. ഒരെണ്ണേ ഉണ്ട്. സ്കെലിട്ടണിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ ഡയമണ്ട് മൈൻ ചെയ്യണം ഗൈസ്. ആ സ്കെലിട്ടൺ കാണാൻ നമുക്ക് ഡയമണ്ട് എങ്ങനെ വെച്ചണം. അങ്ങനെ ആ പിക്കാക്സും പൊട്ടി. കുഴപ്പമില്ല, നമ്മുടെ അയൺ പിക്കാക്സ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ഈ ഡയമണ്ട് മൈൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഈ ഒരെണ്ണം മൈൻ ചെയ്ത് നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. അടുത്ത മൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് മൈൻ ചെയ്തു. പിന്നെ അടുത്തതും. ഇത് എത്ര ഉണ്ട്? കുറേ ഉണ്ടല്ലോ. ഇനിയും ഉണ്ടോ? പൊളിച്ച്. ഇനി നമുക്ക് അയനൊക്കെ മുമ്പേ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ ഞാൻ ആലോചിക്കുക. അത്രയും കിട്ടത്തില്ല എന്നാലും. ഓക്കെ, നമുക്കിനി താഴോട്ട് എങ്ങനെ ഇറങ്ങി ആ സ്കെൽട്ടനെ കൊല്ലണം. താഴോട്ട് ഇറങ്ങാം ഗൈസ്. സ്കെൽട്ടനെ കൊല്ലട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അങ്ങനെ ഈ സ്കെൽട്ടനെ കൊന്ന് ഇനി ജോംബിനെ കൊല്ലണം. ക്രീപ്പറുണ്ട്. അപ്പോൾ ക്രീപ്പർ പൊട്ടിക്കണം. ക്രീപ്പർ ഇടുമ്പോൾ ബെസ്റ്റ്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അടുത്ത സോംബി. നമുക്ക് ഈ അയൺ മൈൻ ചെയ്യണം ഗൈസ് എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ ഈ സോംബിനെ കൊല്ലാൻ പെട്ടെന്ന്. സോംബിനെ കൊന്നു. ഇനി നമുക്ക് ഈ റെഡ് സ്റ്റോൺ പെട്ടെന്ന് അങ്ങോട്ട് കളക്ട് ചെയ്യാം ഗൈസ്. ബെസ്റ്റ്. ഷിറ്റ്, എൻ്റെ ഹാർട്ടും കുറവാ. ഷിറ്റ് എനിക്ക് അയ്യോ ക്രീപ്പർ ഇത് രണ്ടും കൂടെ ഒരുമിച്ചോ. ഷിറ്റ്, ഹാർട്ട് കുറവാ. ചാവല് അയ്യോ അയ്യോ ശ്വാസം പറ്റില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് എനിക്ക് ശ്വാസം പിടിക്കട്ടെ. എങ്ങനെയൊക്കെ നമ്മൾ അവിടെ അതിൽ നിന്ന് സേവ് ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെ മേളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എത്ര കാലം ശേഷമാണ് നമ്മുടെ സണ്ണിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. നമ്മുടെ അയനൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാം ഗൈസ്. എന്തൊരാശ്വാസം. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു ചെറിയ വീടുണ്ടാക്കാം ഗൈസ്. എന്ന് വെച്ചാൽ രാത്രി ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു വീടുണ്ടാക്കാം. വലിയ ഹൈടെക് ഒന്നും അല്ലെങ്കിലും ഇതാണ് നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? സീനല്ലേ? ഇനി നമുക്ക് ഒരു ഡോറും കൂടെ വെച്ച് സെറ്റ്.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് കയറി നമുക്ക് നേരത്തെ ചെയ്യാം രാവിലെ ആവുന്നവരെ. അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്, നമുക്ക് പുറത്തിറങ്ങാം ഗൈസ്. ഓ നല്ല വെളിച്ചം. അപ്പോൾ നമുക്ക് അയൺ വെച്ച് നമുക്ക് ഒരു അയൺ ബ്യൂട്ടും അയൺ ഹെൽമെറ്റും ഉണ്ടാക്കാം ഗൈസ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഓ ഷിറ്റ്, ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയത്? വെറുതെ ഞാൻ അയൺ വേസ്റ്റാക്കി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ബാക്കിയുള്ള ആർമർ ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇത്തിരി ആർമർ ഉണ്ടാക്കി, പക്ഷേ ചെരുപ്പില്ലാതെ ആർമർ ഉണ്ടാക്കി. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല ഗൈസ്, ഇത്തിരി അയൺ കുറഞ്ഞതേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ബൂട്ട് നമ്മൾ ഡയമണ്ട് വെച്ചുണ്ടാക്കും ഗൈസ്, നമ്മൾ ഇത്തിരി റിച്ചാണ്. അപ്പോൾ ഗൈസ് നമ്മൾ റിച്ച് ആയതുകൊണ്ട് നമ്മൾ ബൂട്ടൊക്കെ ഡയമണ്ട് ഉണ്ടാക്കി ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത്തിരി ടൂൾസ് ഉണ്ടാക്കാം. നമുക്ക് ഡയമണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, ഭാവിയിൽ ആവശ്യം വരും. അപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കി ഇനി ഈ ഡയമണ്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഇനി ആവശ്യം വരും. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്തിരി ഫാമിംഗ് ഒക്കെ നടത്താം. കാരണം എൻ്റെ ഫുഡിൻ്റെ സോഴ്സ് ഇത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാമിംഗ് ഒക്കെ നടത്താം. ഇത്തിരി വലിയ ഫാം ആയിട്ടുണ്ട്, നമുക്ക് ഇനിയും ഫാം ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. കാണിച്ചാൽ നമുക്ക് ഈ സ്ഥലം ഇത്തിരി നല്ലതാക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ആനിമൽസ് ഒന്നും സ്പോൺ ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മരങ്ങളെല്ലാം വെട്ടിക്കളയാം ഗൈസ്. അപ്പോൾ ഈ മരങ്ങളെല്ലാം പെട്ടെന്ന് വെട്ടിക്കളയാം ഗൈസ്, എന്നാൽ ആനിമൽസ് വരും. അങ്ങനെ ബാക്കിയുള്ള 2 ദിവസം ഞാൻ ഈ മരങ്ങൾ വെട്ടുകയും പിന്നെ ഈ സ്ഥലം ഇത്തിരി നേരെയാക്കുകയും ചെയ്യും. ആ സമയത്തുള്ളിൽ ഒരു ഷീപ്പൊക്കെ സ്പോൺ ആവുകയും ചെയ്യും. അത് എനിക്ക് ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ ഡേ 8 വരെ ആവും ഗൈസ്. ഇപ്പോൾ ഡേ 9 ആവുന്നു ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് നമ്മുടെ സ്ഥലമൊക്കെ നേരെയാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇവിടെ നമ്മുടെ ഫാമൊക്കെ ഇത്തിരി ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീട്ടൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യും? നമുക്ക് ഇത്രയും കൂടെ ഫാമിങ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇത്തിരി വലിയതാക്കാം നമ്മുടെ ഫാം. നമുക്ക് ഫുഡിൻ്റെ സോഴ്സ് ഒരിക്കലും കുറയാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് രാത്രി ആവുന്നുണ്ട് ഗൈസ്. നമുക്ക് ആപ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് കടന്നുറങ്ങാം. അപ്പോൾ ഗൈസ് ഡേ 10 ആയിട്ട് ഗൈസ് ഞാൻ ഐലൻഡിൻ്റെ ചുറ്റും കുറേ ട്രീ പ്ലാൻ ചെയ്യുകയാണ് ഗൈസ്. പിന്നെ കുറേ ഷീപ്പൊക്കെ സ്പോൺ ആവാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഷീപ്പിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്, ഒരു ചെറിയ ഫാം. അപ്പോൾ നമുക്ക് ഇവരെ അറ്റത്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇവരെ ട്രാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ നമ്മുടെ ഫാം ഇത്തിരി വലുതാക്കണം. അപ്പോൾ നമ്മുടെ ഫാം ഇത്തിരിയും കൂടെ വലുതാക്കും ഗൈസ്. അപ്പോൾ ഈ ഫാം നല്ലപോലെ വളർത്തിയാലേ നമുക്ക് ഫുഡിൻ്റെ കാര്യം ഓക്കെ ആകത്തുള്ളൂ ഗൈസ്. നമുക്ക് ഈ വീറ്റ് സീഡ്സൊക്കെ പ്ലാൻ ചെയ്യാം. പറ്റുമെങ്കിൽ ഇനി നമ്മൾ വലുതാക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഗൈസ്. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത പാർട്ടിന് വേണ്ടി എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.